ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? നമുക്കൊന്ന് വർക്കല വരെ പോയാലോ? ഉമ്മച്ചിക്കുട്ടിയുടെ ചിരിയുടെ അർത്ഥം എന്തെന്ന് അറിയോ? എനിക്ക് ഫ്രണ്ടിലിരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കളിയാക്കിയ ചിരിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലിരിക്കാൻ അടിയാണ്. അപ്പോൾ ഇത്തവണ ഉമ്മച്ചി ഓടിപ്പോയി കയറിയോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ടിലിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. നീണ്ട 16 ദിവസത്തിന് ശേഷം മുന്നേ ഇന്ന് നാട്ടിലെത്തുകയാണ്. കോളേജ് IVU ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവനെ വിളിക്കാനായിട്ട് പോവുകയാണ്. 8 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് 8:30 ആയി. സോ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് എനിക്ക് നല്ല വിശന്നു. അങ്ങനെ ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. പച്ചിക്കുട്ടിയും ഉമ്മച്ചിക്കുട്ടിയും ചായ മാത്രമേ കുടിച്ചോളൂ. ദെൻ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെത്തി. കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും ഉമ്മച്ചി അവിടെ കരഞ്ഞ് കുളമാക്കി. ഉമ്മച്ചിക്ക് വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ ഒരു സങ്കടമായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും ദിവസം അവ ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. അങ്ങനെ ഉമ്മച്ചി ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് കാത്തിരുന്ന് ലാസ്റ്റ് കാല് കഴിച്ചു. ലാസ്റ്റ് നമ്മൾ ഒരിടത്ത് ഇരുന്നു. ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അവൻ വരികയാണ്. അങ്ങനെ അവനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. അങ്ങനെ ഉമ്മച്ചിയെ കണ്ടപ്പോൾ തന്നെ അവൻ വന്ന് കെട്ടിപ്പിടിച്ചു. ഉമ്മച്ചി വീണ്ടും കരച്ചിലായിരുന്നു. കണ്ടപ്പോഴും കരച്ചിലായിരുന്നു. ഉമ്മമാരങ്ങനെ ആണല്ലോ. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ പോകാൻ നിന്നപ്പോഴത്തേക്കും റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ചു നേരം പോസ്റ്റായി. അടുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ. വണ്ടി ഒരു തട്ടുകടയുടെ ഫ്രണ്ടിൽ ഒതുക്കി പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി. അവർ നല്ല വിശന്നിട്ടാണ് വന്നത്. അവർ കഴിക്കുന്ന സമയത്ത് എൻ്റെ വയറ് നല്ല ഫുള്ളായിരുന്നു. സോ ഞാനൊരു ചിക്കൻ ഫ്രൈ ഇതിനകത്ത് കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോഴേക്കും ഫ്രണ്ടിലിരിക്കാനായിട്ടുള്ള ഓട്ടമായിരുന്നു ഗൈസ്. ഞാൻ വീണ്ടും എനിക്ക് പറ്റിയില്ല. എനിക്ക് ഉമ്മച്ചിയെടുത്ത് മത്സരിച്ച് ജയിക്കാൻ പറ്റിയില്ല. ഉമ്മച്ചി അതിന് മുമ്പിട്ട് ഓടിപ്പോയി ഫ്രണ്ടിൽ കയറിയിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ബാക്കിൽ പോസ്റ്റായി. അവിടെ നിന്ന് പിന്നെ നമ്മൾ യാസീനെ അവൻ്റെ വീട്ടിലാക്കിയിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ശിവാമ്പാപ്പ ഞങ്ങളൂടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ശിവാമ്പ അവനെ കണ്ട സന്തോഷത്തിലേക്ക് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പെട്ടി പൊട്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നേ എനിക്കൊരു കോട്ട് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിക്ക് ഒരു ബാഗ്, വപ്ച്ചിക്ക് 2 തൊപ്പി, ശിവാമ്പക്ക് ഒരു വാച്ച്, പിന്നെ ഒരു മാല, വള, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.